ഈ ഒരു അവധിക്കാലം എങ്ങനെ ചെലവഴിക്കണമെന്ന് പരസ്പരം സംസാരിച്ചിരുന്ന, കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നിച്ച് പഠിച്ച് വളർന്ന വിദ്യാർത്ഥിനികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരേ സ്കൂളിൽ അവർ പഠിക്കുന്നു. ഒരു പരീക്ഷയുടെ ഭാരം ഇറക്കി വെച്ച് സന്തോഷത്തോടുകൂടി അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ കാത്തിരുന്ന അപകടം എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് ലൈവായി കാണുമ്പോൾ ഹൃദയം പൊട്ടിയിരിക്കുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, സഹപാഠികൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കൂല. അതിനാൽ ലോറി ആ കുട്ടികളുടെ മുകളിലൂടെ മറിഞ്ഞു വീഴുമ്പോൾ അതിലൊരു കുട്ടിയുടെ മാതാവ് തൊട്ടുപുറത്ത് അത് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. മോളെ എന്ന് വിളിച്ച് ഓടി വരുന്ന ഉമ്മ, എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക്? ആ ജീവനുകൾ ആ ലോറിക്കടിയിൽ നിന്ന് പാടുപെട്ട് പുറത്തെടുക്കുന്ന ആ നാട്ടുകാരുടെ വേദനയേറിയ ആ സംഭവങ്ങൾ, സംസാരങ്ങൾ പിന്നീട് നമ്മൾ കാണാം. എന്റെ സുഖങ്ങളും എന്റെ ഇഷ്ടങ്ങളും എല്ലാം തന്നെ അവസാനിപ്പിച്ചൊരു മടക്കയാത്രയെ കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? അക്സിറു അദ്ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകലമാന സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കേണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അൽ മൗത്ത്, അത് മരണമാണ്, നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ഏതെങ്കിലുമൊക്കെ അപകടങ്ങളായി അത് നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേ മതിയാകൂ. ഒരുപക്ഷെ അവർ ഇന്നലെ എഴുതിയ ആ പേപ്പറുകൾ അവരുടെ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ അവരുടെ മാർക്കുകൾ വായിക്കുമ്പോൾ അവരുടെ വിജയം കണ്ടറിയുവാൻ, സന്തോഷിക്കുവാൻ അവരില്ല. അവരുടെ മാർക്കുകൾ അവരുടെ വീടുകളിൽ അറിയിക്കപ്പെടുമ്പോൾ എന്ത് ഫലം, അതുകൊണ്ട് എന്ത് നേടി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. ഒരു വിദ്യാർത്ഥി അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ, അതിനുവേണ്ടി പഠിക്കാൻ, എൻട്രൻസിന് വേണ്ടി അവർ തയ്യാറെടുപ്പുകൾ നമുക്കറിയാൻ സാധിക്കും. ഉന്നതമായ മാർക്കുകളിൽ ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസങ്ങളിൽ അവരുടെ സംസ്ഥാനങ്ങൾ പോലും മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. അത്രയും മാർക്കിന്റെ ചെറിയ ശതമാനത്തിലാണ് സീറ്റുകൾ അവിടെ നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുവാൻ അവസരമുണ്ടായി. അവരുടെ മാതാപിതാക്കൾ സ്വപ്നം കണ്ടത് അവർ ഡോക്ടർമാരായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന, അവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ആ ദിവസം അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നമായി അവരുടെ മനസ്സിന്റെ സ്ക്രീനിൽ ഇങ്ങനെ HD ക്വാളിറ്റിയിൽ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടാവും. പക്ഷേ രാവിലെ സ്കൂളിലേക്ക് പോയവർ, യൂണിഫോമുകൾ ഇട്ട് സ്കൂളിൽ പോയവർ വൈകുന്നേരം അവരുടെ വീടുകളിലേക്ക്, പിറ്റേ ദിവസം രാവിലെ അവരുടെ വീടുകളിൽ ഒരുക്കി വെച്ച പന്തലിന് ചുവട്ടിൽ വെള്ള കഫംപുതവയിൽ വരുന്നത് ആരാ ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മുടെയൊക്കെ കുട്ടികളെന്ന് രാവിലെ സ്കൂളിൽ പോയവരാണ്, യൂണിഫോം ഇട്ടവരെ നമ്മൾ യാത്രയാക്കിയവരാണ്. അവർ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താകാം? നമ്മൾ അവരെങ്ങനെ കാണേണ്ടി വരുമോ? നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പഠനം വേണം, ഉന്നതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകണം, നമ്മൾ നേടണം. നമ്മളിൽ പലരും ഡോക്ടർമാരാകണം, എഞ്ചിനീയർമാരാകണം, എല്ലാ മേഖലയിലും നമ്മൾ ഉണ്ടാകണം, വളരെ അനിവാര്യമായ കാര്യം. പക്ഷേ അതിനപ്പുറം നേടിയെടുക്കേണ്ട ഒരു വിജയമുണ്ട്. എല്ലാ പേപ്പറുകളും എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ അലമാരകളിൽ ഉപകാരമില്ലാതെ ചെതല് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥ വരുമ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ ഖബറിൽ അവന്റെ അമലുകൾ മാത്രം ബാക്കിയാകുമെന്ന് പറയുന്ന ആ പരലോകത്തിന്റെ നാളുകളുണ്ടല്ലോ, ഖബറിലെ നാളുകളുണ്ടല്ലോ, അവിടെ നമുക്ക് കൂട്ടായി നന്മകൾ ഉണ്ടാകണം എന്ന് പത്രങ്ങളൊക്കെ, മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം. ഒന്നിച്ച് കളിച്ചു വളർന്നവർ, ഒന്നിച്ച് ജീവിച്ചവർ, ഒന്നിച്ച് പഠിച്ചവർ ഒന്നിച്ച് ഖബറിൽ ഉറങ്ങുന്നു. 4 ഖബറുകൾ അടുത്തടുത്തായി വെച്ചിട്ടുണ്ട്. അവർക്ക് കൂട്ടായി അവരുടെ അമലുകൾ ഉണ്ടാകുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഖബറിൽ നമുക്ക് കൂട്ടായി നമ്മുടെ അമലുകൾ ഉണ്ടാകുമോ? പലപ്പോഴും ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം തമാശകളിലും വിനോദങ്ങളിലും ആനന്ദങ്ങളിലും മതിമറന്നുകൊണ്ട് ജീവിക്കാൻ. എന്തെങ്കിലും ഒരു ദിവസം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഉണ്ടായാൽ അവരുടെ യാത്രകൾക്കിടയിൽ, അവരുടെ സ്കൂളിലെ കാലഘട്ടങ്ങൾക്കിടയിൽ അവരെ മരിച്ച് കഫം പുതവയിൽ പുതച്ച് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വെച്ച് അവരുടെ സഹപാഠികൾ ചുറ്റും ഇങ്ങനെ കറങ്ങി കണ്ണീരോടുകൂടി അവരുടെ മാതാപിതാക്കളും അധ്യാപകരും നാട്ടുകാരുമൊക്കെ ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കുന്നതൊക്കെ ഒന്നിടക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കാണാൻ സാധിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിനൊരു പ്രാധാന്യവും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവുള്ളൂ. നന്നായി നമ്മൾ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം നേടണം. അതോടൊപ്പം നാളെ പരലോ